അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16 ചൊവ്വാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ JD വാൻസിനെയും പ്രഖ്യാപിച്ചു. US സർക്കാരിൽ അറ്റോർണിയായ ഇന്ത്യൻ വംശജ ഉഷ ചിലുകുരിയാണ് വാൻസിന്റെ ഭാര്യ. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം വിപുലമായി ആഘോഷമാക്കാൻ തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമാക്കിയുള്ള പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് 75ാം വാർഷികം ആഘോഷമാക്കാനുള്ള നീക്കം. BJP ഭരണഘടനയ്ക്കെതിരെന്ന പ്രതിപക്ഷ പ്രചാരണം ചെറുക്കാനാണ് കേന്ദ്ര നീക്കം. ഭരണഘടനാ അവകാശങ്ങൾ വിശദീകരിച്ച് നിയമമന്ത്രാലയം തയ്യാറാക്കിയ പോർട്ടലിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. അമിക്കസ് ക്യൂറിയോട് ആമയിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രതിഫലമായി അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാനിറങ്ങി മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി V ശിവൻകുട്ടി കത്തയച്ചു. ജോയിയുടെ മരണത്തിൽ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ജോയിയുടെ മരണത്തിൽ സ്വന്തം വീഴ്ച മറച്ചുവെക്കാനാണ് റെയിൽവേ ശ്രമിച്ചതെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ എന്ന് VD സതീശൻ തെറ്റിദ്ധരിച്ചതായി തോന്നുന്നുവെന്ന് LDF കൺവീനർ EP ജയരാജൻ. ജനങ്ങളിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിക്കുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതെന്നും അനുദിനം ഉയർന്നുവരുന്ന വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും ജയരാജൻ പറഞ്ഞു. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജോയിയുടെ മരണം ദാരുണ സംഭവമാണെന്ന് പറഞ്ഞ സുരേന്ദ്രൻ മനഃപൂർവ്വമായ നരഹത്യയാണിതെന്നും കൂട്ടിച്ചേർത്തു. ഭരണകൂടത്തിന്റെ മിസ്മാനേജ്മെന്റിന്റെ ഇരയാണ് ജോയി എന്നും അതുകൊണ്ട് തന്നെ മേയർക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഹറം അവധി ഇന്ന് തന്നെ. ചന്ദ്രദർശന പ്രകാരം മുഹറം 10 വരുന്നത് ജൂലൈ 17 ആയതിനാൽ ബുധനാഴ്ച അവധി നൽകണമെന്ന് പാളയം ഇമാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇന്നത്തെ മുഹറം പൊതു അവധി പുനഃക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയിലും മരം വീണ് അപകടങ്ങൾ. കൊച്ചി നഗരത്തിൽ റോഡ് ഇടിഞ്ഞു വീണു. ചെമ്പുമുക്കിൽ നിന്ന് അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള റോഡാണ് ഇന്നലെ പുലർച്ചെ ഇടിഞ്ഞത്. 2 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണിത്. ആലപ്പുഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും വീടുകൾ തകർന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നാളെയും മറ്റന്നാളും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് സഹായം. ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലയർമാർക്ക് നൽകുന്നതിനടക്കം ഈ തുക വിനിയോഗിക്കാനാകുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു.
താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയായ ഹർഷാദിനെ കണ്ടെത്തി. വയനാട് വൈത്തിരിയിൽ നിന്നാണ് ഹർഷാദിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഒരു ബൈക്ക് കടയ്ക്ക് സമീപം ഹർഷാദിനെ ഇറക്കി വിടുകയായിരുന്നു. താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ ഷോപ്പ് ഉടമയായ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ 10 അംഗ സംഘമെന്ന് പോലീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂഴിക്കൽ സ്വദേശി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ചികിത്സാ ചെലവ് ഇനത്തിൽ സർക്കാർ 2,35,967 രൂപ അനുവദിച്ചെന്ന് റിപ്പോർട്ടുകൾ. ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയ്ക്കാണ് തുക അനുവദിച്ചത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 13 മുതൽ 17 വരെയുള്ള ചികിത്സയ്ക്ക് ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ്. സംസ്ഥാനത്തെ 3 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നോക്കക്ഷേമ ഡയറക്ടറാക്കിയാണ് നിയമിച്ചത്. IT മിഷൻ ഡയറക്ടറായ അനുകുമാരിയാണ് തിരുവനന്തപുരം പുതിയ കളക്ടർ. കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരിയെ ഇടുക്കിയിലേക്ക് മാറ്റി. ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചു. ജോൺ വി സാമുവലാണ് പുതിയ കോട്ടയം കളക്ടർ. സപ്ലൈകോയിൽ നിന്ന് മാറ്റിയ ശ്രീറാം വെങ്കിട്ടരാമനെ ധനവകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായി നിയമനം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ MP മാരുടെ യോഗത്തിൽ വാക്പോര്. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന നീക്കം അട്ടിമറിച്ച് മുഖ്യമന്ത്രി കോഴിക്കോട് പദ്ധതി കൊണ്ടുവരാൻ പിടിവാശി കാണിക്കുന്നുവെന്ന് ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജില്ലയെ അവഗണിക്കുന്നുവെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതിയും അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണ് പ്രശ്നമായത്. സംസ്ഥാന ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംയുക്ത നിവേദനം നൽകാൻ MP മാരുടെ യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത കേരളത്തിൽ നിന്നുള്ള MP മാരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്വീകരിക്കുമെന്ന് MP മാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. കൊങ്കൺ പാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 4 ട്രെയിനുകൾ റദ്ദാക്കി. ഒരു ട്രെയിൻ പൻവേൽ വഴി തിരിച്ചുവിട്ടു. രത്നഗിരി മേഖലയിലെ ട്രാക്കിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണ് നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച ഗ്രേഡ് ASI സന്തോഷ് കുമാറിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡി. ഇന്ധനം നിറച്ചതിന്റെ പണം ചോദിച്ചതിന് പമ്പ് ജീവനക്കാരനായ അനിലിനെ കാറിന്റെ ബോണറ്റിലിരുത്തി 1/2 കിലോമീറ്റർ കാറോടിച്ചായിരുന്നു പോലീസുകാരന്റെ അതിക്രമം. തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ട്രെയിനിനെ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയോടും ഉന്നത ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വാണിജ്യപ്രധാനവും യാത്രാ തിരക്കുമുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ തിരൂരിൽ സ്റ്റോപ്പ് അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വയോധികൻ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്രയും തിരക്കുള്ളൊരു മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ ആൾ 2 രാത്രിയും 1 പകലും ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന സംഭവത്തിൽ സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. നിലവിലെ ഗുരുതരമായ സാഹചര്യത്തിൽ ഒരു നിമിഷം സ്ഥാനത്ത് തുടരാനുള്ള അർഹത ആരോഗ്യമന്ത്രിക്കില്ലെന്നും എത്രയും വേഗം അവർ രാജിവെച്ച് പുറത്തുപോകുന്നതാണ് പൊതുസമൂഹത്തിനും നല്ലതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് 2025 വരെ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആലോചന. വൈറസിന്റെ ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തിയെന്നും 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. ഡ്രഡ്ജർ അഴിമതി കേസിൽ മുൻ DGP ജേക്കബ് തോമസിന് എതിരായ അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ 2 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേസ് ഓഗസ്റ്റ് 9 പരിഗണിക്കാനായി മാറ്റി. കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി ഉണ്ടായാലേ അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കാനാകൂ എന്നാണ് സർക്കാർ നിലപാട്. കരാർ കമ്പനിക്കെതിരെ ഇന്നു മുതൽ പ്രതിഷേധം തുടങ്ങുമെന്ന് 108 ആംബുലൻസ് ജീവനക്കാർ.
ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കുള്ള കേസുകൾ എടുക്കാതെയാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. എന്നാൽ അടിയന്തര സർവീസുകളായ റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്കും വീടുകളിലെ രോഗികൾക്കും കുട്ടികൾക്കും സേവനം നൽകിക്കൊണ്ടായിരിക്കും പരോക്ഷ സമരം നടത്തുന്നത്. എല്ലാ മാസവും 7-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്ന ഉറപ്പുകൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന പേരിൽ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇന്ന് രാവിലെ മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റ് ഉദ്യാനത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്. വിവിധ വകുപ്പ് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ആനി രാജ മത്സരിച്ചതിൽ CPI ദേശീയ കൌൺസിലിൽ വിമർശനം. നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന് പഞ്ചാബിലെ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ഇക്കാര്യത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദേശീയ നേതൃത്വത്തിന് താൻ കത്ത് നൽകിയിരുന്നതായി ആനി രാജ യോഗത്തെ അറിയിച്ചു. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെയും ഗിരീഷ് ശർമ്മയെയും ഉൾപ്പെടുത്താനുള്ള ദേശീയ നിർവാഹക സമിതി നിർദ്ദേശം ദേശീയ കൌൺസിൽ അംഗീകരിച്ചു. ദില്ലിയിൽ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും 228 കിലോഗ്രാം സ്വർണം കാണാതായെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ആരോപിച്ചു. ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ലെന്നും കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറയാൻ ഇത് കാരണമാകുമെന്നും ശങ്കരാചാര്യർ പറഞ്ഞു. രാഷ്ട്രീയക്കാർ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നുകയറുകയാണെന്ന് പറഞ്ഞ ശങ്കരാചാര്യർ കേദാർനാഥിന്റെ വിലാസം ഹിമാലയത്തിലാണെന്നും അത് എങ്ങനെ ദില്ലിയിൽ നിർമ്മിക്കാനാകുമെന്നും ചോദിച്ചു. ബസ് ട്രാക്ടറുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് മുംബൈയിൽ 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡോംബിവിളിയിലെ കേസർ ഗ്രാമത്തിൽ നിന്ന് പന്തർപൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് മുംബൈയിലെ എക്സ്പ്രസ് ഹൈവേക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ബസ് ചാർജ് വർധന നടപ്പാക്കാൻ കർണാടക RTC തയ്യാറെടുക്കുന്നതിനിടെ പ്രതികരണവുമായി ഗതാഗത മന്ത്രി രാമലിംഗാറെഡ്ഡി. ശക്തി പദ്ധതി നഷ്ടത്തിലേക്ക് നയിച്ചിട്ടില്ലെന്നും പകരം പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാരെ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എത്തിക്കുകയാണ് ചെയ്തതെന്നും രാമലിംഗാറെഡ്ഡി പറഞ്ഞു. ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും തന്റെ മുന്നിൽ എത്തിയിട്ടില്ലെന്നും ഒന്നും അംഗീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥികൾക്ക് വിചിത്ര ഉപദേശവുമായി മധ്യപ്രദേശിലെ ഗുണമണ്ഡലത്തിൽ നിന്നുള്ള BJP MLA പന്നാലാൽ ശാക്യ. ഡിഗ്രി എടുക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ജീവിക്കാനായി വിദ്യാർത്ഥികൾ മോട്ടോർ സൈക്കിൾ പഞ്ചർ റിപ്പയർ കട തുടങ്ങണമെന്നാണ് MLA വിദ്യാർത്ഥികളോട് പറഞ്ഞത്. തന്റെ മണ്ഡലത്തിലെ പ്രധാനമന്ത്രി കോളേജ് ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അദാനി ഹിൻഡൻബർഗ് കേസിലെ വിധിയിൽ പുനഃപരിശോധന ഇല്ലെന്ന് സുപ്രീംകോടതി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവും തള്ളുകയായിരുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. സെബിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ മൗനം ഭേദിച്ച് മഹാരാഷ്ട്രയിലെ വിവാദ IAS ട്രെയിനി പൂജ ഗേദ്കർ. തനിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര സമിതിക്ക് മുമ്പാകെ മൊഴി നൽകുമെന്നും അതോടെ സത്യം വിജയിക്കുമെന്നും പൂജ പറഞ്ഞു. സർവീസിൽ പ്രവേശിക്കാനായി സമർപ്പിച്ച OBC സർട്ടിഫിക്കറ്റും ഭിന്നശേഷിക്കാരിയാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും വ്യാജമാണെന്നാണ് പൂജ ഗേദ്കറിനെതിരായ ആരോപണം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന PTIയെ നിരോധിക്കാൻ ഒരുങ്ങി ഭരണകൂടം. PTIയെ നിരോധിക്കാനും സ്ഥാപകൻ ഇമ്രാൻഖാൻ, മുൻ പ്രസിഡന്റ് ആരിഫ് ആൽവി, മുൻ ദേശീയ അസംബ്ലി ഡെപ്യൂട്ടി സ്പീക്കർ ഖാസിം സുരി എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി നടപടികളെടുക്കാനും തീരുമാനിച്ചതായി വാർത്താവിനിമയ വകുപ്പ് മന്ത്രി അത്താവുള്ള തരാർ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിനെ വധശ്രമത്തിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാൻ ജഗന്നാഥനാണെന്ന വാദവുമായി കൃഷ്ണഭക്തരുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇസ്കോൺ. കൊൽക്കത്ത ഇസ്കോൺ വൈസ് പ്രസിഡന്റ് രാധാറാം ദാസാണ് ഇക്കാര്യം പറഞ്ഞത്. വധശ്രമത്തിൽ നിന്ന് ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിനെ ദൈവികമായ ഇടപെടൽ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം 1976 ജൂലൈയിൽ ന്യൂയോർക്കിൽ നടന്ന രഥയാത്രയെ സഹായിച്ചതിനെ പ്രത്യുപകാരമായാണ് ഭഗവാൻ ട്രംപിന്റെ ജീവൻ രക്ഷിച്ചതെന്നും കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങി അർജന്റീനയുടെ സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ.
കോപ്പ അമേരിക്കയിൽ കൊളംബിയയെ തകർത്ത് അർജന്റീന 16ാം കിരീടം നേടിയപ്പോൾ അത് 11ാം നമ്പറുകാരന്റെ പടിയിറങ്ങൽ കൂടിയായിരുന്നു. കോപ്പ കഴിയുന്നതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ഡി മരിയ നേരത്തെ അറിയിച്ചിരുന്നു. ഈ തലമുറ തനിക്ക് എല്ലാം നേടിത്തന്നു. ഞാൻ അത്രമേൽ ആഗ്രഹിച്ചതെല്ലാം അവർ സാധ്യമാക്കി തന്നു. ഇന്ന് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. ഇതിനേക്കാൾ നല്ല സമയമില്ലെന്ന് ഏഞ്ചൽ ഡി മരിയ വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.